ഉറ്റവരുടെ ഖബർസ്ഥാനിൽ വാവിട്ട് കരയുകയാണ് ആ മനുഷ്യൻ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രിയപ്പെട്ടവരെ നഷ്ടമായ പ്രവാസി അബ്ദുൾ റഹീമിന്റെ ദുഃഖം ആരുടെയും കരളലിയിപ്പിക്കുന്നതാണ്. ഇന്ന് രാവിലെയാണ് പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ദമാമിൽ നിന്ന് നാട്ടിലെത്തിയത്. മകൻ കൊടും ക്രൂരത ചെയ്തിട്ടും അവനെ രക്ഷിക്കാൻ തനിക്ക് പരിക്ക് പറ്റിയത് കട്ടിലിൽ നിന്ന് വീണാണെന്നാണ് ഉമ്മ ഷെമി പറയുന്നത്. അബ്ദുൾ റഹീമിനോടും അവർ അതേ കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്. അതേസമയം പ്രതി അഫാന്റെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് പോലീസ് പാട്രോൾ ആദ്യം. സ്വാഗതം. വെഞ്ഞാറമൂട് കൊലക്കേസ് പ്രതി അഫാന്റെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. താൻ തൊട്ടു മുമ്പ് ചെയ്ത കൊലപാതകങ്ങളുടെ വിവരങ്ങളെല്ലാം തന്റെ കാമുകിയായ ഫർസാനയോട് പറഞ്ഞതിനു ശേഷമാണ് താൻ ഫർസാനയെ കൊന്നതെന്നാണ് അഫാൻ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അഫാൻ ഇടയ്ക്കിടയ്ക്ക് മൊഴി മാറ്റുന്നത് പോലീസിന് പ്രതിസന്ധിയാകുന്നുണ്ട്. തന്റെ മകൻ ചെയ്ത ക്രൂരകൃത്യം മറച്ചുവെക്കാൻ തനിക്ക് പരിക്കേറ്റത് കട്ടിലിൽ നിന്ന് വീണാണെന്ന മൊഴി ആവർത്തിക്കുകയാണ് ഉമ്മ ഷെമി. അബ്ദുൾ റഹീമിനോടും അവർ ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്നു. കല്ലറ പാങ്ങോട് താഴെപ്പള്ളിയിൽ സർവ്വതും നഷ്ടമായ അബ്ദുൾ റഹീം മയ്യത്ത് കുഴിയിൽ ദുവാ ചെയ്യുന്നത് ഉള്ളുലയ്ക്കുന്ന കാഴ്ചയായിരുന്നു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ വാപ്പ അബ്ദുൾ റഹീം രാവിലെ 7:45 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. പിന്നീട് ആദ്യം കണ്ടത് വെഞ്ഞാറമൂട് ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഭാര്യ ഷെമിയെ. റഹീമിനോടും മകന്റെ തെറ്റ് മറച്ചുവെച്ചുകൊണ്ടാണ് ഷെമി സംസാരിച്ചത്. കട്ടിലിൽ നിന്ന് വീണാണ് പരിക്ക് പറ്റിയതെന്ന് അവർ ആവർത്തിച്ചു. ഇളയ മകനടക്കം ഉറ്റവർക്കുണ്ടായ ദുരന്തം ഇനിയും ഷെമി അറിഞ്ഞിട്ടില്ല. ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി ഖബറിടങ്ങളിലേക്കുള്ള റഹീമിന്റെ യാത്ര സങ്കട കാഴ്ചയായിരുന്നു. പള്ളിക്ക് സമീപം കഴിയുന്ന സഹോദരിയെ കണ്ടപ്പോൾ സങ്കടം നിലവിളിയായി. ഉറ്റവർ നിശ്ചലമായ മണ്ണിലെത്തിയപ്പോൾ വേദന കൊണ്ട് തകർന്നിരുന്നുപോയി റഹീം. ഇക്കാമ കാലാവധി കഴിഞ്ഞതിനാൽ ഒരുപാട് സുമനസുകളുടെ കാരുണ്യത്തിലാണ് റഹീമിന് നാട്ടിലെത്താനായത്. 65 ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് അഫാൻ പറയുമ്പോൾ 15 ലക്ഷത്തിന്റെ മാത്രം ബാധ്യതയെ നാട്ടിലുള്ളൂവെന്നാണ് റഹീം പോലീസിനോട് പറഞ്ഞത്. റഹീമിന്റെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തും. ആരോഗ്യനില വീണ്ടെടുക്കാത്തത് കാരണം ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് വൈകുകയാണ്. അതിനിടെ അഫാന്റെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നു. കൂട്ടക്കുരുതിയുടെ വിവരങ്ങൾ തുറന്നു പറഞ്ഞതിന് ശേഷമാണ് ഫർസാനയെ കൊലപ്പെടുത്തിയതെന്നാണ് അഫാൻ പോലീസിനോട് വെളിപ്പെടുത്തിയത്. ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാന ചോദിച്ചതായും മൊഴിയിലുള്ളതായാണ് വിവരം. ന്യൂസ് 18 തിരുവനന്തപുരം.